നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലൗസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഇപ്പോൾ ഓണം ഫെസ്റ്റിവലായ കാരണം ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. ചിലവർ വർക്കുള്ള ബ്ലൗസ് ആയിരിക്കും ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക, ചിലർ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലെയിൻ ബ്ലൗസാണ് ഉള്ളതെന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കായാലും പ്ലെയിൻ ബ്ലൗസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്, ഹെവി ആണെന്ന് വെച്ചാൽ ഹെവിയാണ്. ഒരു ഇടത്തരം നിൽക്കുന്ന ഒരു വർക്കാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ഷുഗർ ബീഡ്സും സ്റ്റോൺസാണ്. നമ്മൾ സാധാരണ സ്വീങ് നൂല് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ആ സെയിം കളർ നൂല് ചെയ്താലാണ് ഭംഗിയുണ്ടാവുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കുറച്ച് നൂല് കൂടി തന്നാൽ ഉപകാരമായിരിക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നൂല് തരും. അപ്പോൾ നമുക്ക് ആ സെയിം കളറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് വേറെ നൂല് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഇപ്പോൾ കാണിക്കാൻ പലരും ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ബ്ലൗസ് തയ്ക്കാൻ അറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പലരും പേഴ്സണലായിട്ട് പറഞ്ഞ കാരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമ്മളിവിടെ ഷുഗർ ബീഡ് ഉപയോഗിച്ചിട്ട് 2 നൂല് സൂചിയിൽ കോർത്തിട്ടാണ് നമ്മളിവിടെ തുന്നി പിടിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഷുഗർ ബീഡ് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക് ബീഡ്സ് ഉപയോഗിക്കാം. പല ടൈപ്പുള്ള ബീഡ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മോസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണ്. പ്ലാസ്റ്റിക് ബീഡ്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പോവും, ബീഡ്സിൻ്റെ മേലെയുള്ള ഗോൾഡൻ ഷെയ്ഡ് പോവും. ഷുഗർ ബീഡ്സ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നിൽക്കില്ല. കുറച്ച് തുന്നാൻ കുറച്ച് പണിയാണ്, പക്ഷെ എന്നാലും അത് കുറേ ലൈഫുള്ള ബീഡാണ് ഷുഗർ ബീഡ്സ്. അപ്പോൾ ഷുഗർ ബീഡ്സ് തന്നെ പല ട്യൂബ് ബീഡ്സ് ആയിട്ടും അതേപോലെ തന്നെ പല വെറൈറ്റിയിൽ നമുക്ക് കിട്ടും. ചെറിയ ഒരു ഡോട്ട് മാതിരിയാണ് കാണുന്നതിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഷുഗർ ബീഡ്സിന് നമുക്ക് കിട്ടുക. ഒരു യുണീക്ക് ലുക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലുക്ക് എന്നൊക്കെ പറയാം നമുക്ക് ഈ ഒരു ബീഡിന്. ഇത് നമുക്ക് അധികം കോസ്റ്റ് വരുന്നില്ല, 100 ഗ്രാമിന് 20 രൂപ 30 രൂപ അങ്ങനെ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അധികം കോസ്റ്റ് വരുന്നില്ല, പക്ഷെ തുന്നിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. എന്നാലും നല്ലത് ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സ് തന്നെ വലിപ്പം കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്, അപ്പം അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഷുഗർ ബീഡ് തുന്നുമ്പോൾ സൂക്ഷിക്കേണ്ടത്, സൂചി വാങ്ങുമ്പോൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കണം ഷുഗർ ബീഡ് തുന്നാനാണെന്ന്. നോർമൽ സൂചി ഉപയോഗിച്ച് നമുക്ക് ഷുഗർ ബീഡ് തുന്നാൻ പറ്റില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ തുന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ആ കടയിൽ തന്നെ ചോദിച്ച് വാങ്ങിച്ചാൽ മതി. ഷുഗർ ബീഡ് തുന്നാൻ വേണ്ടിയിട്ട് ബാക്കിൽ കനം കുറഞ്ഞ ഏരിയ ആയിരിക്കണം ഷുഗർ ബീഡ്. നമ്മൾ സാധാരണ സൂചിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാക്ക് പോർഷനിൽ ഭയങ്കര കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ പ്രത്യേകം ഈ ഷുഗർ ബീഡ് തുന്നുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക കനം കുറഞ്ഞ സൂചി വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ 2 ലെയർ തുന്നിയുണ്ട്. 2 ലെയർ വെച്ച് തുന്നാനായിരിക്കും കൂടുതൽ എളുപ്പം. അതാവുമ്പോൾ വേഗം നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഒരു 6 ആകൃതിയിൽ. അതേമാതിരി ഇപ്പോൾ ഞാൻ 4 ലെയർ ചെയ്യുന്ന കാരണം വീണ്ടും 2ാമത്തെ ലെയറിൽ 6 രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ മാക്സിമം ലൈനിങ്ങും അതേമാതിരി തന്നെ ടോപ്പ് പോർഷനിലുള്ള നല്ല തുണിയും തട്ടിക്കാണ്ടാണ് തുന്നുന്നത്. കാരണം വേറൊന്നല്ല, ബാക്കിൽ നൂല് എടുക്കുമ്പോൾ പെട്ടെന്ന് എങ്ങാനും കൊളുത്തി വലിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അടിയിൽ കൂടെ തട്ടിക്കാണ്ടാണ് തുന്നുന്നത്. ഈ ഹെമ്മിങ് ഒക്കെ ചെയ്ത് തന്നിട്ടില്ലേ, മേലക്കൂടെ മാത്രം അതിൻ്റെ പോയിന്റ് കാണുന്ന രീതിയിൽ, അതേമാതിരിയാണ് നമ്മൾ ഉള്ളിൽ കൂടെയാണ് മാക്സിമം ഇൻ്ററായിട്ട് പോണത്. നമുക്ക് ബാക്കിൽ നൂല് കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേ ബി ഇത് ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് 4 വേണ്ടിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്മോൾ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ്, നമുക്ക് വേണമെങ്കിൽ ട്യൂബ് ബീഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ വെച്ചെങ്കിൽ വേറെ ലുക്കായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ മിററുകളുണ്ട്, ആ മിറർ വെച്ചിട്ടായാലും നമുക്ക് വർക്ക് ചെയ്യാം, അതും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഷുഗർ ബീഡ്സ് ഫസ്റ്റ് തുന്നിയതിന് ശേഷം സ്റ്റോൺ ഒട്ടിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ലീവുമേ അതേപോലെ തന്നെ 4 ഇഴയിലാണ് കണ്ടത്. സൂചി കണ്ടില്ല, സൂചി കുറച്ചുകൂടി നല്ല കനം കുറഞ്ഞാണ്. നമ്മൾ നോർമലി ഹെമ്മിങ് ചെയ്യണ നീഡിലിനായിട്ടും കുറച്ചൊരു വ്യത്യാസമുണ്ട് ഈ ഷുഗർ ബീഡ് തുന്നാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ബാക്ക് വശം നന്നായിട്ട് കനം കുറഞ്ഞത് വേണം എന്ന് പേഴ്സണലായിട്ട് അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് എടുത്തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിങ് വാങ്ങിക്കാൻ കിട്ടും. ആ റിങ്ങിലായാലും അത്യാവശ്യത്തിന് സൂചികൾ ഉണ്ടാവും. നമുക്കിപ്പോൾ വല്ല എന്താ പറയുക, ഒരു ടഫായിട്ടുള്ള സർഫസിൽ ബീഡ്സ് ഇടാണെന്നുണ്ടെങ്കിൽ വല്ല ഫാബ്രിക് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ മേലെ ബീഡ്സ് ഇട്ടിട്ട് തുന്നാനായിരിക്കും എളുപ്പം. കാരണം സൂചിയിലേക്ക് ബീഡ് കയറണം എന്നുണ്ടെങ്കിൽ
കുറച്ചുകൂടി അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് കയറ്റുമ്പോൾ നമുക്ക് ടൈം കുറേ വേസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റ്. ഇപ്പം ഞാൻ 2 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 2 ലെയർ ചെയ്യാണ്. നമ്മൾ 6 ആഗ് ആകൃതിയിലാണ് ചെയ്യുന്നത്. 6 ആഗ് ആകുമ്പോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്ത് കഴിയും. അതേപോലെ തന്നെ സ്പീഡും കിട്ടും. അതാണ് ഞാൻ 6 ആഗ് രീതിയിൽ ചെയ്ത് തീർക്കുന്നത്. ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ബീഡ് തുന്നണത്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാരി ബ്ലൗസിൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ലെഹങ്ക ടോപ്പ് അതിൽ ബ്ലൗസും ചെയ്യാം. ഇപ്പൊ ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്, പ്രിൻസസ് കട്ട് ബ്ലൗസിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് എന്ന് പറയുന്നത് ലെഗ് ഓഫ് ബട്ടൺ, അധികം പഫ് അല്ലാണ്ട് ചെറിയൊരു സ്മോൾ പഫാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. വലിയ പഫ് വേണ്ട, എന്നാൽ ഒരു ചെറിയൊരു പഫ് വേണം താനും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രെയിംഡ് ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രെയിംലെസ് സ്റ്റോണിനാണ് ആക്ച്വലി ഷൈനിങ് കൂടുതലെങ്കിലും നമുക്കിപ്പോൾ ഫ്രെയിം ഉള്ളതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് ഗ്ലൂ ആണ്. എല്ലാവരുടെ സംശയമാണ് ഫാബ്രിക് ഗ്ലൂ ഒട്ടോ എന്നുള്ളത്. പക്ഷെ ആക്ച്വലി ഫാബ്രിക് ഗ്ലൂ ആണ് ബെസ്റ്റ് ഓപ്ഷന്. അത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, പക്ഷെ ഒട്ടിയ നല്ലൊരു ഇതാണ്. ഇപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബീഡ് ഒട്ടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക് പോർഷനിലും കൂടി പെയിന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ ആ ഫാബ്രിക് ഗ്ലൂ ഒട്ടുന്നത് വെറും ആ പെയിന്റ് മാത്രമാണ്, ആ ബീഡ് ഒട്ടുന്നില്ല. അതുകൊണ്ടാണ് ബീഡ്സ് ഒക്കെ പറഞ്ഞു പോകാൻ കാരണം. അപ്പൊ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് പോർഷനിൽ പ്ലെയിൻ ആയിട്ടുള്ള ബീഡ്സ് ആണ് ഒട്ടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ആക്ച്വലി എല്ലാവരും പറഞ്ഞു പോരാൻ കാരണം. ഇപ്പൊ നമ്മുടെ ബ്ലൗസുമ്മ ഏകദേശം നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് തീർക്കാണ്. നമുക്കിത് സിമ്പിൾ ആയിട്ട് ഒരു 2 ഇഞ്ച് കനത്തിലാണ് നമ്മളിവിടെ ഇപ്പോൾ വർക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ പോണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലക്കർ, നമ്മളിപ്പോൾ പിരികൊക്കെ ത്രെഡ് ചെയ്യുന്ന പ്ലക്കറിന്ന് കടയിൽ ഷോപ്പുകളിൽ വെച്ച് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പ്ലക്കർ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് സിമ്പിളായിട്ട് എന്താ ചെയ്യുക, ഓരോന്നെടുത്ത് വെക്കാൻ വേണ്ടോ. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല പെൻസിലില്ലേ, പെൻസിലിലൊക്കെ മൊനയിൽ കുറച്ച് പശ വെച്ചിട്ട് ഗ്ലൂവിലൊന്ന് മുക്കിയെടുത്താൽ മതി. അപ്പൊ അതിന്റെ കളർ വരില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ആ ബീഡുമ്മ ടച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെച്ച് പോകാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ അടുത്ത് പ്ലക്കറുള്ള കാരണം നമ്മൾ പ്ലക്കർ യൂസ് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ. ഏതാണ് കൂടുതൽ ഈസി എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഏതൊരു സ്റ്റിച്ചിങ് അറിയാത്തവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇപ്പോൾ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നുണ്ടാവും. ബ്ലൗസൊക്കെ ഓൾറെഡി എല്ലാവരും തയ്ച്ച് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ സിമ്പിളായിട്ടൊന്നും വർക്കില്ലാത്ത ബ്ലൗസുകളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും അവരുടെ ബ്ലൗസൊക്കെ വർക്ക് ചെയ്ത് ഓണം കളറാക്കട്ടെ. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.